ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മൈൻക്രാഫ്റ്റ് ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയ വേൾഡ് ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ സ്പോൺ ആയിട്ടുണ്ട് സർവൈവലിൽ. എന്തൊക്കെയാണ് പരിപാടികൾ ഇവിടെ? ഓക്കെ, പ്ലെയിൻസ് ആണല്ലേ. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടർ പെട്ടിയുണ്ട്, നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്. ഓക്കെ, ബേസിക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ടൂൾസ് എടുത്ത് കയ്യിൽ നോക്കാം. പിക്കാക്സ്, ആക്സ്, പിന്നെ ഓക്കെ ബ്രെഡ് ഉണ്ട്, ബ്രെഡും കൂടി എടുത്ത് കയ്യിൽ നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്ന്. ഓക്കെ, പംകിനുണ്ട് കുറേ. ഓക്കെ, പുഴയുണ്ട്, സാൻഡുണ്ട്, അപ്പുറത്ത് വലിയ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ സവന്നയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ വലിയ മരങ്ങൾ, മറ്റേ ജംഗിളാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മരങ്ങൾ മുറിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, പശുവൊക്കെ ഉണ്ട്. ഹലോ പശു. ഓക്കെ, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി എന്തല്ലേ? ഇതെന്താ വലിയ കുഴിയാണോ? കേവാണോ? അങ്ങോട്ട് പോയി നോക്കണോ? ഇതെന്താ? ഓക്കെ, വൈറ്റ് ഹോഴ്സാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ പണി കിട്ടും ചിലപ്പോൾ, കാരണം നമ്മുടെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല. നമുക്ക് തിരിച്ച് പോകാം. നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് ബെഡാണ്. ഒരു ബെഡ് ഉണ്ടാക്കണം. അതാണ് ബേസിക്കായിട്ട് ആദ്യമായിട്ട് വേണ്ടുന്ന സാധനം. ബെഡ് ഉണ്ടാക്കണമെങ്കിൽ വൂള് വേണം. വൂള് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഷീപ്പിൻ്റെ അടുത്ത് നിന്ന് എടുക്കണം. ഷീപ്പിനെ ഷെയർ ചെയ്യാൻ നമുക്ക് ടൂൾസ് ഇല്ല, അതുകൊണ്ട് ഏതെങ്കിലും ഷീപ്പിനെ കാണുവാണെങ്കിൽ തല്ലിക്കൊല്ലാം. ഇവിടെ മറ്റേ ബാമ്പോ ഒക്കെ ഉണ്ട്. അതെ, ഉണ്ടാവും ബാമ്പോ. ഇവിടെ എന്തോ ഒരു സാധനം, അത് രണ്ട് ഷീപ്പ്, രണ്ട് ഒരേ കളർ. ഓക്കെ, നൈസ്. ഇപ്പം ഞാൻ എടുത്തിട്ട ഇവിടെ ടൂൾ എവിടെ? പിക്കാക്സ്. ഓക്കെ, ഒരെണ്ണത്തിന് തട്ടിയിട്ടുണ്ട്. ആക്സ് വെച്ചിട്ട് പെട്ടെന്നാവുന്നുണ്ടെന്ന് തോന്നുന്നു. 1, 2. ഓക്കെ, 2 വൂള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെന്താ? റിവറാണോ? ഓക്കെ, കേവിൻ്റെ അടുത്ത് റിവർ അങ്ങനെ എന്തോ. ഓക്കെ, കുറേ ഇങ്ങനെ നടന്നു നോക്കാം, അപ്പോൾ ഷീപ്പിനെ കാണുമല്ലോ. മരണമൊക്കെ ഉണ്ട്. ഇതെന്താ ജമ്പ് ചെയ്യുന്നത്? ഓക്കെ, കുറേ നടന്നു നോക്കാം. നടന്നൊരു പ്ലെയിൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ? ഓക്കെ, ഗ്രേ ആണോ? ഗ്രേ കിട്ടിയിട്ട് കാര്യമില്ല, എന്നാലും ഇവനെ എടുത്ത് വെക്കാം. 1, 2. പിക്കാക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. 3 പ്രാവശ്യം അടിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താ? ഡോങ്കിയാണോ? ഓക്കെ, അവിടെ അതെ നിൽക്കണം ഒരു ബ്രൗൺ. ഇവനെ അങ്ങോട്ട് തട്ടാം. 1, 2, 3. എവിടെ നിൽക്കട? അവിടെ ഓടുന്നു. ഒന്നവിടെ കൊള്ളുന്നില്ല. ഓക്കെ, കിട്ടി മോനെ, കിട്ടി. അങ്ങനെ 3 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി പോവാം. ഓക്കെ, എപ്പോഴാണ് ഓർത്തത്? മരം കുറച്ചും കൂടി നമുക്ക് മരം വേണം. കുറേ വുഡുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എവിടുന്നെങ്കിലും വെട്ടിയെടുക്കാം. ഓക്കെ, ഈ മരം വെട്ടിയെടുക്കാം. ഇതിൽ കുറേ കിട്ടും തോന്നുന്നു. ഓക്കെ, ഇതും കൂടി വെട്ടിയാൽ കഴിഞ്ഞു. ബാക്കിയൊക്കെ ഹൈറ്റിലാണ്. ഇനി നമുക്ക് തിരിച്ച് പോവാം. ഇതെന്താ? പാണ്ടയാണോ? പാണ്ടയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതെന്താ? ഓക്കെ, ഷീപ്പാണ്. ഞാൻ വിചാരിച്ച് വേറെ എന്താണെന്ന്. ഓക്കെ, ഈ മീറ്റും ഓളൊക്കെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് അടുത്ത് വെക്കാം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താ ഉള്ള സ്റ്റിക്ക് എടുത്ത് കയ്യിൽ വെക്കാൻ തോന്നുന്നല്ലേ? യെസ്, നമുക്ക് ടൂൾസ് ഉണ്ടാക്കണ്ടേ? ഓക്കെ, നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് എന്താ? പ്ലാങ്ക് എങ്ങനെയായിരുന്നു? ഓക്കെ, ഇങ്ങനെയല്ല, സിംഗിൾ ഇതാണോ? ഓക്കെ, സിംഗിൾ വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക് കിട്ടും. 4 പ്ലാങ്ക് വെച്ചിട്ടാണ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ,
ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് 4 വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ വെക്കുക. ഓക്കെ, ഈ ലൈറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വെക്കട്ടെ. ഈ പുല്ല് കളഞ്ഞിട്ട് ഓക്കെ അവിടെ നിൽക്കുക. വീണ്ടും നമുക്ക് എന്താ വേണ്ടത്? പ്ലാങ്ക് അല്ലേ ഉണ്ടാക്കേണ്ടത്? വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ? പ്ലാങ്ക് തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, കുറച്ച് പ്ലാങ്ക് എന്നിട്ട് വൂള് നിരത്തി വെക്കുന്നു. പ്ലാങ്ക് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ബെഡ് കിട്ടി. ഓക്കെ, ബെഡ് നമ്മുടെ ആദ്യത്തെ സാധനം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബെഡ്. ഇനി എന്താ ഉണ്ടാക്കുക? ഇനി കുറേ സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചാലോ? സ്റ്റിക്ക് എങ്ങനെയായിരുന്നു? പ്ലാങ്ക് വെച്ചിട്ട് ഓക്കെ 2 പ്ലാങ്ക് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കാവും. ഓക്കെ, കുറച്ച് സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? കുറച്ചും കൂടി സ്റ്റിക്ക് ആക്കണം. തൽക്കാലം ഇതിവിടെ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് നോക്കിയിട്ട് ഓക്കെ നമ്മുടെ ആ കുഴി കണ്ട സ്ഥലത്ത് പോയിട്ട് നോക്കാം. അവിടെ സ്റ്റോണൊക്കെ കണ്ടതില്ല, നമുക്ക് സ്റ്റോണ് കൊണ്ടുവരണം. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഇത് തന്നെയല്ലേ സ്ഥലം? വൈകുന്നേരം ആവുന്നുണ്ട് തോന്നുന്നല്ലേ? ഇതേ സൂര്യൻ അസ്തമിക്കാറായി. ഈ വെറുതെ അങ്ങോട്ട് പോയിട്ട് പണി വാങ്ങണ്ട. വല്ല സോംബിയോ ക്രീപ്പറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കളി തുടങ്ങിയ ദിവസം തന്നെ തീരും. നാണക്കേടാണ്. അതുകൊണ്ട് തിരിച്ചു പോകാം. എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ വരാം. അതല്ലേ നല്ലത്? ഓക്കെ, എവിടെയെങ്കിലും കിടന്നുറങ്ങും. ഇവിടെ വെക്കും, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, സൂര്യൻ അസ്തമിച്ചില്ലേ? ഓക്കെ, ഉറങ്ങിയാണ്. ഓക്കെ, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ബെഡ് പൊടിച്ചെടുക്കാം. ഇനിയൊന്ന് നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് സ്റ്റോണ് വെട്ടിക്കൊണ്ടുവരണം. നമുക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കണം. ഓക്കെ, പിങ്കൊക്കെ ഉണ്ട്. വലിയ കുഴിയാണോ? കേവല്ലല്ലോ, വലിയ കുഴിയാണെന്ന് തോന്നുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ കേവ് ഉണ്ടാവുമായിരിക്കും. ഇതിലിങ്ങനെ പോലെ. അയ്യോ, താഴെ വേണം. ഞാൻ വിചാരിച്ചു തട്ടിപ്പോയി. ജസ്റ്റ് മിസ്. ഓക്കെ, ഇവിടെ കുറേ സ്റ്റോണൊക്കെ ഉണ്ട്. വൈറ്റ് സ്റ്റോണൊക്കെ ഉണ്ട്. നമുക്ക് താഴെ ഇറങ്ങി നോക്കാം എന്താ ഉള്ളത്. അതെ, ഇത് കോപ്പറല്ലേ? കുറേ കോപ്പർ ഇരിപ്പുണ്ട്. അവിടെ വലിയ കുഴിയാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ നിന്നെങ്കിലും വെട്ടിയെടുക്കാം. ഇത് വെട്ടാലേ? ഇതിൻ്റെ എന്ത് സ്റ്റോണാണ് ഇത്? ആൻഡസൈറ്റാണോ? ഇത് വെച്ചിട്ട് നമുക്ക് ടൂൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതല്ലല്ലോ. കോപ്പർ നമുക്കൊന്ന് കിട്ടിയാലോ? അയ്യോ, കോപ്പർ കിട്ടൂലേ? ഇത് കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. കോപ്പറിന് എടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സ് വേണം തോന്നുന്നു. ഇതല്ലേ? ഇതാണോ സ്റ്റോൺ? ഇതേതാണ്? ഇത് തന്നെ. ഇതാണ് മറ്റേ കോബിൾ സ്റ്റോൺ. ഓക്കെ, ഇത് കുറച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇവിടുന്ന് പൊട്ടിക്കുന്നതാണ് നല്ലത്. വേറൊരു സ്ഥലത്ത് നിന്ന് പൊട്ടിക്കുന്നതായിരിക്കും. മേലെ വെറുതെ പൊട്ടിക്കാൻ നിന്നിട്ട് അവിടുന്ന് കുഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തട്ടിപ്പോകും. ഇവിടുന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇവിടുത്തെ ഈ സ്റ്റോൺ കുറച്ചെടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറേ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അതാ ആ വുഡൻ പിക്കാക്സും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ആയുസ് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പോൺ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഈ സ്റ്റോൺ വെച്ചിട്ട് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. സ്റ്റോണിൻ്റെ ടൂൾസ് എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്? അതെങ്ങനെയൊക്കെയോ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. മറന്നുപോയല്ലോ. ഓക്കെ, ഇവിടെയുണ്ട്. ഓക്കെ, ഇത് തന്നെ. പിക്കാക്സ് ഒരെണ്ണം പോയി ഉണ്ടാക്കാം. പിന്നെ ഒരു ആക്സ്, പിന്നെന്താ പറയുക, ഹോ വേണം. പിന്നൊരു വാള്, സോഡല്ലേ? യെസ്, സോഡ് തന്നെ.
ഷവലും കൂടി. യെസ്, ഓക്കെ. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന ടൂൾസൊക്കെ ആയിട്ടുണ്ട്. വേറെ എന്തുണ്ടാക്കാം? ഓക്കെ, നമുക്ക് ഈ ഫർണസും കൂടി ഉണ്ടാക്കാം. നമുക്ക് ഫർണസ് സ്മെൽറ്റ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളതാണല്ലോ. ഓക്കെ, അതൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫർണസിനെ നമുക്ക് അവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാമല്ലോ. ഓക്കെ, എന്തിങ്ങോട്ട് പോവാം. വേറെ എന്താ മാറ്റാനുള്ള മതിയോ? ഓക്കെ, അതും കൂടി. ഇനി ഫർണസിനെ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഓക്കെ, ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ഇനി നാളെ നമുക്ക് കുറച്ച് ഫാമിംഗ് പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യ്, ലൈക്കൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ ബൈ.